ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി എങ്ങനെയാണ് മന്ത്ലി സാലറി സേവ് ചെയ്യേണ്ടത്? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ SM ടോക്സിൻ്റെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ സ്മാർട്ട് മൂവ്സ് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനാണ് SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കൃത്യമായിട്ട് കമൻ്റായിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്ലി ഇൻകം നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ സേവിങ് പ്ലാൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്ത രീതിയിൽ നമ്മൾക്ക് ഓൾറെഡി ഒരു ഇൻകം ജനറേറ്റഡ് ആയി അത് കഴിഞ്ഞ് അത് മുഴുവൻ നമ്മുടെ എക്സ്പെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സേവിങ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശമ്പളം കിട്ടിയാലും പോലും ഞാനൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നൊരു ഇമോഷനിലേക്ക് അത് എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു മാസം 25,000 രൂപയാണ് ഏൺ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 25,000 രൂപയിൽ നിന്ന് ആദ്യം തന്നെ എടുക്കേണ്ടത് സേവിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പണമാണ്. അങ്ങനെ വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് നെക്സ്റ്റ് മന്ത് ആണെങ്കിലും തോന്നുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ കയ്യിൽ കഴിഞ്ഞ മാസം സേവ് ചെയ്ത 5,000 രൂപയുണ്ട്, ഇനി അതിലേക്ക് ഒരു എമൗണ്ട് കൂടി 5,000 രൂപ കൂടി ആഡ് ചെയ്യണം, അങ്ങനെ ഒരു തോന്നലും. അതോടൊപ്പം തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന ചില ഇൻസെൻറ്റീവ് ആയിരിക്കാം, ചില ബോണസ് പോയിന്റുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പണമായിരിക്കാം. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സേവിങ്സിലേക്ക് ആഡ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ സെക്യൂരിറ്റി കൂടി വരികയാണ്. അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസുകളുണ്ട്, അതുപോലെ തന്നെ FD ഇടുന്ന പോലെ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിയിലാണ്, ഗോൾഡായിട്ട് സേവ് ചെയ്യുന്നവരുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യം തന്നെ വരേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇൻകം ഉണ്ടെങ്കിലും അതിൽ നിന്ന് പൈസ കയ്യിൽ വരുന്ന സമയത്ത് മാറ്റി വെക്കുക. കുട്ടികൾക്ക് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പൈസ കിട്ടുന്ന സമയത്ത് അതൊരു ചെറിയ കുടുക്കയിൽ ഇട്ട് വെക്കുക എന്നൊക്കെ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെയാണ് വലിയ ആളുകളും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ വരുന്ന പണത്തെ സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങും. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഒരു സേവിങ്സ് പ്ലാൻ കൃത്യമായിട്ട് സാലറിയിൽ നിന്ന് മാറ്റി വയ്ക്കാനായിട്ട് പോസിബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് സെക്ഷനൊക്കെ ഒന്ന് ലൈവ് ആക്കുക. അതുപോലെ തന്നെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെൻറ്റ് ഫേമാണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയ ഒരു രജിസ്ട്രേഷൻ എമൗണ്ടോടുകൂടി കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള നല്ല വേക്കൻസി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പോസിബിൾ ആണ്. ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ CV അയക്കുക. ആൻഡ് സ്മാർട്ട് മൂവ്സ് ടീം വിൽ ബി അപ്ഡേറ്റിംഗ് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.